എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയും ഗ്രാമീൺ ഡാക് സേവക് 2025 ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ഗ്രാമീൺ ഡാക് സേവകിൻ്റെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ എപ്പോഴത്തേക്ക് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന്. സോ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് GDS പോർട്ടലിൽ നമ്മൾ അപ്ലൈ ചെയ്ത അതേ പോർട്ടലിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ സെലക്ഷൻ ലഭിച്ചവർക്ക് SMS-ഓ ഇമെയിലോ മുഖാന്തരം ഇൻറ്റിമേഷൻ ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും എന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് കാരണം ഇങ്ങനെ SMS-ഓ ഇമെയിലോ ലഭിച്ചില്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ഉത്തരവാദികളല്ല എന്ന് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് GDS പോർട്ടലിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കണം. ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 15 ദിവസത്തിനകം വേരിഫിക്കേഷന് ഡിവിഷണൽ ഓഫീസിലോ ബന്ധപ്പെട്ട ഓഫീസിലോ ഹാജരാകാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. ഫിസിക്കൽ വേരിഫിക്കേഷന് നമ്മൾ SLCയുടെ മാർക്ക് ലിസ്റ്റ് അടക്കമുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. അങ്ങനെ ഹാജരാക്കി ഈ ഒരു ഫിസിക്കൽ വേരിഫിക്കേഷൻ വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നവർക്ക് ട്രെയിനിങ് നൽകുന്നതായിരിക്കും. ഈ ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും നമുക്ക് നമ്മളുടെ സെലക്ഷൻ ലഭിച്ച പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ വളരെ സ്പീഡായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോസസ് എല്ലാം നടന്നത്. ഏപ്രിൽ മാസത്തിൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് അവസാനത്തോടെ തന്നെ റിസൾട്ട് വന്ന് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ സെലക്ഷൻ ലഭിച്ചവർക്ക് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ ഡീറ്റെയിൽസ് വരുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.